നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 1/10/2024 കൊല്ലവർഷം 1200 കന്നിമാസം 15-ാം തീയതി പൂരം നക്ഷത്രവും ഉത്തര നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം. പൂരത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം, ബാക്കി ഉത്തര നക്ഷത്രവും വരുന്ന ചൊവ്വാഴ്ച ദിവസം ഉദയം വന്നിരിക്കുന്നത് 6:16 AM-നും അസ്തമനം വന്നിരിക്കുന്നത് 6:12 PM-നും. കൃഷ്ണപക്ഷത്തിൽ ചതുർദശിയാണ്, അതായത് വാവടുത്തു. ചന്ദ്രോദയം എന്ന് പറയുന്നത് 5:45 AM-നാണ്. രാഹുകാലം സാധാരണ 3 മണി മുതൽ 4:30 വരെ ആണെങ്കിലും ഉദയം അല്പം വൈകിയായതുകൊണ്ട് 3:13 മുതൽ 4:43 PM വരെ രാഹുകാലവും യമകണ്ഠകാലമാകട്ടെ 9:15 AM മുതൽ 10:45 AM വരെയും. ഗുളികകാലം 12:14 PM മുതൽ 1:43 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തം 11:50 AM മുതൽ 12:38 PM വരെ. എന്തിനാണ് ഓരോ ദിവസവും യമകണ്ഠകാലവും രാഹുകാലവും ഗുളികകാലവും ഒക്കെ പറയുന്നതെന്ന് വിചാരിച്ചാൽ, ചൊവ്വാഴ്ച ആണെങ്കിൽ പോലും 1-ാം തീയതി അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു റെൻ്റൽ എഗ്രിമെൻ്റ് എഴുതണം തന്നെ വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ യമകണ്ഠകാലവും രാഹുകാലവും ഗുളികകാലവും ഒക്കെ നമുക്ക് വർജിച്ചാൽ അത്രയും നന്നാണ്. ആ സമയം ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനൊന്നും നന്നല്ല. അതുകൊണ്ട് മാത്രവുമല്ല, പൂരത്തിൻ്റെ അവസാനം ഉത്തരവും ചേരുന്ന ദിവസമായതുകൊണ്ട് പ്രത്യേകം ഉത്തരം എഗ്രിമെൻറ്റുകളൊക്കെ വയ്ക്കാൻ പറ്റിയ ദിവസമാണെങ്കിൽ പോലും ഈ 3 യമകണ്ഠകാലവും ഗുളികകാലവും രാഹുകാലവും ഒഴിവാക്കിയിട്ടുള്ള സമയം ചെയ്താൽ അഭിജിത്ത് മുഹൂർത്തം ഈ വക കാര്യങ്ങൾക്കെല്ലാം വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് ഇന്നത്തെ രാശിചക്രം ഒന്ന് നോക്കാം. രാശിചക്രം എന്ന് പറയുമ്പോൾ കന്നിരാശിയിൽ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യനോടൊപ്പം കേതുവും ബുധനും സൂര്യനോടൊപ്പം നിൽക്കുന്നു. ചൊവ്വയാണെങ്കിൽ മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ശുക്രനാണെങ്കിൽ തുലാരാശിയിൽ നിൽക്കുന്നു. വ്യാഴമാണെങ്കിൽ ഇടവരാശിയിൽ നിൽക്കുന്നു. കുംഭം രാശിയിൽ ശനി തുടരുന്നു, അത് യാത്ര തുടരുന്നു. രാഹു മീനത്തിലും കേതു കന്നിയിലുമായി ഇങ്ങനെ പ്രയാണം തുടരുകയാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് 27 നക്ഷത്രക്കാരുടെയും ഈ 1-ാം തീയതി ഒക്ടോബർ മാസം ഒരു പ്രതീക്ഷയുടെ മാസമാണ്. കാരണം ഏറ്റവും കൂടുതൽ ശുഭകാര്യങ്ങൾ, ദീപാവലി വരുന്നു, അതുപോലെ നമ്മുടെ പൂജ, വിജയദശമിയൊക്കെ വരുന്ന, നവദുർഗയുടെ പ്രാർത്ഥനകളൊക്കെ വരുന്ന ഈ ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കം 1-ാം തീയതി എങ്ങനെയായിരിക്കും? കാരണം നമുക്കറിയാം ഗാന്ധി ജയന്തിയും എല്ലാം വരുന്നതാണ്. വളരെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ട 1-ാം തീയതി എങ്ങനെയായിരിക്കും? ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയായതുകൊണ്ട് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കാരണം ചൊവ്വയുടെ കാരകത്വം സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി അമ്മയ്ക്കുമാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് സ്മരിച്ചുകൊണ്ട്, അവരെ പ്രാർത്ഥിച്ചുകൊണ്ട്, കുലദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും പൊതുഫലങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മേടക്കൂറ് അല്ലെങ്കിൽ മേടം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ചയായതുകൊണ്ട് ഏറ്റവും ശുഭമായ കാര്യങ്ങൾ അവരുടെ രാശിനാഥൻ്റെ രാശിയാണ്, അവരുടെ രാശിനാഥൻ്റെ ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം മംഗളങ്ങളായി നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഏത് രംഗത്ത്, കാർഷിക രംഗത്തായാലും, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, അതുപോലെ തന്നെ കായിക രംഗത്തുള്ളവർക്കൊക്കെ ഈ അതായത് പിതൃപക്ഷ കർത്തവാവ് വരുവാണ്. അപ്പോൾ കർത്തവാവിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ചതുർദശി. ചന്ദ്രന് അല്പം പക്ഷബലം കുറവാണെങ്കിൽ പോലും പൊതുവെ ഏത് രംഗത്ത്, കായിക രംഗത്ത്, സിനിമാ രംഗത്ത്, അതുപോലെ തന്നെ
രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശുഭമായ ഒരു ദിവസമായിരിക്കും. കാരണം എല്ലാവരുടെയും പ്രതീക്ഷകൾ പൂവണിയുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. മത്സര പരീക്ഷകൾക്കൊക്കെ ഒരു തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കും. ഓരോന്നിൻ്റെയും പരിശീലനങ്ങളും അതുപോലെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഒന്ന് വയ്ക്കുക, കാര്യങ്ങളിലെല്ലാം ഒരു തുടക്കം കുറിക്കുന്നതിനുള്ള ദിവസമാണ്. അപ്പം നമ്മൾ മനസ്സിൽ ഇന്നത് ഈ മാസം എന്തൊക്കെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ 30-ാം തീയതി തന്നെ നമ്മളത് പ്ലാൻ ചെയ്യുമെങ്കിലും നടപ്പിൽ വരുത്തുന്ന ദിവസം, ഒരു മാസം എങ്ങനെയായിരിക്കണമെന്ന് നടപ്പിൽ വരുത്തുന്ന ദിവസമായതുകൊണ്ട് സൂര്യഭഗവാൻ കന്യരാശിയിൽ നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6 നിൽക്കുന്ന സൂര്യൻ നമുക്ക് വലിയ ദോഷമൊന്നും ചെയ്യില്ല. ചന്ദ്രൻ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്ന അമ്മ, അതായത് സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പം അല്പം പൊതുവെ ചതുർദശി ആയതുകൊണ്ട്, കൃഷ്ണപക്ഷ ചതുർദശി ആയതുകൊണ്ട് പക്ഷബലം കുറവായതുകൊണ്ട് ദുർഗമായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം സൂര്യഭഗവാന്റെയും ചന്ദ്രമായുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശുഭമായി വരുമെന്നാണ് പറയുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മനസ്സിന് സ്വല്പമൊക്കെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ചൊവ്വ 3-ൽ ബലമായി നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. ബുധൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 6-ാം ഭാവാധിപൻ 6-ൽ തന്നെയാണ്. അപ്പം ശത്രു കൂടെ തന്നെയുണ്ട്. എപ്പോഴും ശത്രു നമ്മളുടെ ഒപ്പമുണ്ട്. ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ശത്രുവിനോടൊപ്പം തന്നെയാണ് എൻ്റെ യാത്ര. അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് ഒരു കരുതൽ, എന്തിനും ഒരു തയ്യാറെടുപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 7-ാം ഭാവത്തിൽ ശുക്രൻ മഹാലക്ഷ്മി ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി, കിട്ടുന്ന ശമ്പളമാണെങ്കിലും കിട്ടുന്ന പ്രതിഫലമൊക്കെ ഒന്ന് അടുക്കും ചിട്ടയോടുകൂടി ചിലവഴിച്ച് അല്പമൊക്കെ ബാക്കി വരുത്തുവാനായിട്ട് തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടുന്നതിന് മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവം, കനകതാര സ്തോത്രം പറ്റുന്ന ഇത്രയും കീർത്തനങ്ങളും നാമങ്ങളും ചെയ്ത് നാമങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ നമ്മളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ, കടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അമ്മയുടെ അനുഗ്രഹം തേടുന്നത് നന്നായിരിക്കും. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, 11-ാം ഭാവത്തിൽ ഇപ്പോൾ 10-ാം ഭാവാധിപൻ 11-ലാണ് നിൽക്കുന്നത്. അപ്പം കർമാധിപൻ 11-ൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല ജോലി ചെയ്താൽ. എന്നാലും അഷ്ടിക്ക് മുഷ്ട് വരില്ല എന്ന് പറഞ്ഞ പോലെ, അതായത് കഷ്ടപ്പാട് കൂടാതെ ശമ്പളമൊക്കെ കിട്ടുകയും അതിനുവേണ്ടി അധ്വാനിക്കാൻ, ആവശ്യത്തിന് മാത്രം അധ്വാനിച്ച് അത്യാവശ്യത്തിനുള്ള സാമ്പത്തികമൊക്കെ നേടാനുള്ള ഒരു കഴിവ് ഈ ദിവസം മേടൻ രാശിക്കാർക്ക് ഉണ്ടാവും. പിന്നെ 12-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 12-ലെ രാഹുവും 6-ലെ കേതുവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ക്ഷേത്രം അവസ്ഥിതി, രാഹു കേതുക്കൾക്ക് സ്വന്തം ക്ഷേത്രമില്ലാത്തതുകൊണ്ട് നിൽക്കുന്ന രാശിയുടെ സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് വ്യാഴവും ബുധനുമൊക്കെയാണ്. വ്യാഴം ക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നത്, ബുധൻ്റെ ക്ഷേത്രത്തിലാണ് കേതു നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ പൊതുവെ ഇന്നത്തെ ദിവസം ഏറ്റവും ശുഭമായി തീരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആരംഭിക്കട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ദിവസമായി തീരട്ടെ. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന, ആദ്യത്തെ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രമാണ്. ഇവരുടെ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു. 5-ൽ നിൽക്കുന്ന സൂര്യൻ അല്പം മനഃപ്രയാസമൊക്കെ വരുത്തും. ഒരു എരിച്ചിൽ, എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു ഡൈജഷൻ ഇല്ലായ്മ, മനസ്സിന് എന്തൊക്കെയോ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് എന്തെങ്കിലും അപ്രീതി സംഭവിക്കും, ഒരു വലിയ ടാർഗറ്റ് ഇത്തവണ എനിക്ക് നേടേണ്ടി വരും, അതിനൊക്കെ സാധിക്കുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ അകാരണമായ ഒരു ടെൻഷൻ വരുന്ന ദിവസമാണ്. 4-ാമടുത്ത് ചന്ദ്രൻ നിൽക്കുന്നു. അമ്മ പല പല ആവശ്യങ്ങൾ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, ഇങ്ങനെ നിന്നായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ, വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ഒരു ലിസ്റ്റൊക്കെ തന്നെ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അമ്മയൊക്കെ നമുക്ക് സമാധാനിപ്പിക്കാം. കാരണം പ്രാർത്ഥിച്ചാൽ അമ്മമാരെല്ലാം അനുഗ്രഹത്തിൽ വരും. അതുകൊണ്ട് ഇവിടെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ, അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ഒരു വിധത്തിൽ മുന്നോട്ട് പോവാം. ഇതിനെല്ലാം അവരെ പ്രാപ്തരാക്കുന്നത് രാശിയിൽ തന്നെ നിൽക്കുന്ന വ്യാഴവും 5-ാം ഭാവത്തിലെ ബുധൻ. അറിവുണ്ട്, പക്ഷെ വേണ്ട സമയത്ത് അറിവ് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ
കാര്യങ്ങളെല്ലാം ഭംഗിയാവും. 10-ലെ ശനി കർമ്മത്തിന് ഭാരം കൂട്ടും, കർമ്മത്തിൽ ഓവർലോഡൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും ആത്മവിശ്വാസത്തോടു കൂടി നന്നായിട്ട് പരിശ്രമിക്കുക. 2 നിൽക്കുന്ന ചൊവ്വ വാഗ്ദോഷങ്ങളൊക്കെ വരുത്തും. കൂടെ അടുത്തിരുന്നവർ പോലും ചിലപ്പോൾ നമ്മളറിയാതെ നമുക്ക് പാരമണിയുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമായി തീരും. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ചൊവ്വാഴ്ചയുണ്ട് ഭദ്രകാളി അമ്മയ്ക്ക് നെയ്വിളക്കും മുരുകനെ പനിനീരഭിഷേകമൊക്കെ കഴിക്കുക. ഇതൊന്നും സാധിക്കാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് കുലദേവതയെ പ്രാർത്ഥിച്ചാൽ പോലും എല്ലാം മംഗളമായി ഭവിക്കും. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ 4ാമിടത്ത് നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. കേതുവും സൂര്യനും ഒക്കെ 4ാമിടത്തൊപ്പമുണ്ട്. വീട്ടിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും ചിലപ്പോൾ വാക്ക് വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചിലതായിട്ടൊന്ന് വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അവിടെ 5ാം ഭാവത്തിൽ ശുക്രൻ മകളോ അല്ലെങ്കിൽ മകനോ ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ച് കുട്ടികളിൽ നിന്ന് നല്ല ഒരു പ്രതികരണം കിട്ടും. പരീക്ഷയുടെ മാർക്കൊക്കെ നല്ലതായി അല്ലെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കൊണ്ടുവന്ന് കുടുംബത്തിലൊരു സന്തോഷം വന്നു ചേരും. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സമയമാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും, 9-ലെ ശനി ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു കളയുമെങ്കിൽ പോലും 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകും. രാശിയിൽ തന്നെ നിൽക്കുന്ന ചൊവ്വ കുറച്ച് ടെൻഷൻ വരുത്തും. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോകുക എന്നൊരു തുടക്കത്തിലൊരു ഭയമൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കാര്യങ്ങൾ തൻ്റെ പരിധിക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികളിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ വരുന്നതോടുകൂടി ദിവസം ഏറ്റവും ശോഭനമായി തീരും. അതിന് മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതും രാശിനാഥനായ ത്രിപുരസുന്ദരി ദേവിയെ, മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം, അതായത് കർത്തവാവ് അമാവാസിയാണ് ബുധനാഴ്ച. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം തന്നെ അമാവാസിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരിക്കൽ നോക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം ഈ പ്രാവശ്യത്തെ അമാവാസി വരുന്നത് പിതൃപക്ഷ അമാവാസിയാണ്. അപ്പോൾ എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ഒരിക്കൽ എടുക്കാനായിട്ടും കൂടി ഒരു ഉപവാസം അല്ലെങ്കിലും ഒരിക്കൽ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഗണപതി ഭഗവാന് ഒരു കറുകമാലയെങ്കിലും ചാർത്തിക്കൊണ്ട് ഈ പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി ശിവങ്കൽ ഒരു ധാരയോ ഒക്കെ കഴിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഒരു വെള്ളനീതിയൊക്കെ അല്ലെങ്കിൽ ഒരു ശിവങ്കൽ ധാര കഴിക്കുമ്പോൾ വെള്ളനീതി അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ തിടപ്പള്ളി നിവേദ്യമോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വേണമെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ അതിനു വേണ്ടി റെസിപ്റ്റൊക്കെ ആക്കുന്നതും നന്നായിരിക്കും. പൊതുവെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാം നമുക്ക് അധീനതയിൽ വരുത്താൻ പറ്റുന്ന ദിവസമാണ്. അങ്ങനെ ഒരു നല്ല ദിവസമായി തീരട്ടെ. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും വരുന്ന 2.25 നക്ഷത്രമാണ്. ചന്ദ്രൻ, രാശിനാഥനായ ചന്ദ്രൻ സൂര്യക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധനത്തിനൊരു സ്ഥിരത ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ദുർഗാമായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. 12 നിൽക്കുന്ന ചൊവ്വയുടെ കഷ്ടതകൾ അശുഭത്തരമൊന്നും വരാതിരിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുരുക മുരുക എന്നുള്ള നാമം ജപിക്കുമ്പോൾ അമ്മയെ ഭദ്രകാളി അമ്മയെ സ്തുതിച്ചുകൊണ്ട് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതയെ കുലധർമ്മം മാം ച പാലയ എന്ന് കാളിയമ്മയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ വീട്ടിലൊരു ദീപം തെളിച്ചു വെച്ച് സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രയെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചന്ദ്രൻ്റെ ആ ഒരു പക്ഷബലം കുറയുകയും ബുധൻ
ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പൂർണ്ണബലം അവിടുന്നും ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയത്തിൽ നിന്ന് പോലും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ മുന്നിൽ നിൽക്കുന്ന സൂര്യൻ അല്പം ആശ്വാസമൊക്കെ തരും. 4-ാമിടത്ത് ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് കുടുംബ അന്തരീക്ഷം അനുകൂലമായി തീരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ത്രിപുരസുന്ദരി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ, മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. അപ്പോൾ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും ബുധൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകും. മഹാലക്ഷ്മിയും അനുഗ്രഹത്തിൽ വരും. പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ആ കഷ്ടതകളെല്ലാം മാറ്റുന്നതിന് ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ശ്രീരാമജയം 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 എന്ന് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അവിടെയും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് കുടുംബ പരദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വിളക്ക് കത്തിക്കുമ്പോൾ കുടുംബ പരദേവതകളെ സർപ്പസാന്നിധ്യം കൂടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവമംഗളങ്ങളും ഭവിക്കും. 11-ൽ നിൽക്കുന്ന വ്യാഴം സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരും. അപ്പം എന്തെങ്കിലുമൊക്കെ ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 40 രൂപ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ഷെയർ മാർക്കറ്റിൽ തന്നെ നിങ്ങൾ മനസ്സുറച്ച് വിശ്വസിച്ച് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു കുറച്ച് ഒരു എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് തന്നെ അതിൽ അംഗങ്ങളാകാനായി ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും നല്ല പ്രതീക്ഷ, നല്ല സാമ്പത്തികം വന്നു ചേർന്ന കാര്യങ്ങൾ ശുഭമായി തീരും. ഇനി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം രാശിയിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളതൊരു ബലം തന്നെയാണ്. സൂര്യക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷബലം കുറവാണ്. അപ്പോൾ ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതി ചൊല്ലുകയോ അല്ലെങ്കിൽ പഞ്ചമോധ്യായം യാ ദേവി സർവഭൂതേഷു എന്നുള്ള വരികളിലൂടെ അമ്മയെ ഉണർത്തുന്ന, അമ്മയുടെ 21 ഭാവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദിവസം തുടങ്ങുമ്പോൾ എല്ലാം ശുഭമായി വരും. സർവമംഗളം മാംഗല്യേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ ശ്രമിക്കുക. സൂര്യഭഗവാനെ ഉണർന്നാൽ ഉടൻ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. കാരണം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ എല്ലാ അനുഗ്രഹം തരണം. അല്ലെങ്കിൽ സാമ്പത്തികം ആരെങ്കിലും കടം വാങ്ങിക്കുകയോ പിന്നെ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഒരു പ്രാക്ക് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമൊക്കെ വരാം. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ വാക്കുകളൊക്കെ പറയും, വളരെ ശ്രദ്ധിച്ച് പറയണം. ഏറ്റവും നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നമ്മളോട് ശത്രുത കാണിക്കുന്നതായി നമുക്ക് തോന്നും. അതറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാവണം. കാരണം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ മംഗളകാരകനാണ്. പക്ഷേ ആ മംഗളങ്ങൾ നമുക്ക് പിന്നെ ശത്രു അതിനൊരു ആയുധമാക്കി എടുക്കാൻ നമ്മൾ കൊടുക്കുന്ന വാക്കുകളെല്ലാം പാലിക്കണം. അപ്പോൾ വാക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 3-ൽ ശുക്രനാണ്. പറ്റിക്കാൻ സഹോദരങ്ങളെപ്പോലെ തന്നെ സഹോദരെന്ന് വിശ്വസിപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. ഈ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചിലപ്പോൾ അബദ്ധത്തിൽ പെടുത്തുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഭഗവതിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അബദ്ധങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. കാരണം 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും 9-ാം ഭാവത്തിൽ നിൽക്കുന്ന 9-ാം ഭാവാധിപനായ ചൊവ്വ 11-ൽ നിൽക്കുന്നുണ്ട്. ആണ്ടവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വരും. അഷ്ടമസർപ്പങ്ങളും ആ 7 നിൽക്കുന്ന ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ അപകടങ്ങളും അസ്വാസ്ഥ്യങ്ങളും വരാം. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ ഇണയ്ക്കും തുണയെയും ഒക്കെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവും. സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുക. തീർച്ചയായും പ്രാർത്ഥന കൊണ്ട് ചിങ്ങൻ രാശിക്ക് വരാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരായ കന്യക്കാരുടെ അവരുടെ രാശിയിൽ തന്നെ അവരുടെ രാശ്യാധിപതിയായ ബുധൻ നിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഉച്ചരാശിയിൽ നിൽക്കുന്ന ബുധൻ സർവ്വതും നേടിക്കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് സമാധാനമായിരിക്കാം. 2 നിൽക്കുന്ന ശുക്രൻ സാമ്പത്തിക മെച്ചം നൽകും. അതുപോലെ തന്നെ 6-ലെ ശനിയെ കൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല. 7-ാം ഭാവത്തിൽ മാർഗദർശിയായ നാഗദേവതകളുണ്ട്. 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. പൊതുവെ ലോട്ടറി ഭാഗ്യവും രാജയോഗങ്ങളും ഒക്കെയുള്ള കന്യരാശിക്കാര് അവരുടെ രാശിയിൽ തന്നെ കേതുവുണ്ട്. അതുകൊണ്ട് കേതു ശിരസിൽ നിൽക്കുമ്പോൾ പൂർവികമായ ദോഷങ്ങളൊന്നും വന്നു ചേരാതിരിക്കാൻ
കുലദേവതയെ പ്രാർത്ഥിക്കുന്നത്, 10ൽ നിൽക്കുന്ന ചൊവ്വ അഗ്നിബാധയൊന്നും വരാതിരിക്കാൻ, നല്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ, മരുന്നുകളൊന്നും മാറിക്കഴിച്ച് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ, കർമ്മസ്ഥാനത്ത് വേഗത കൂടിയിട്ട് വീഴ്ചകളും ക്ഷതങ്ങളും ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ കന്യ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നല്ല ഉത്തമമായ ദിവസമാണ് ഈ 1/10/2024. ഇനി നമുക്ക് തുലാരാശി. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന തുലാരാശിക്കാരുടെ രാശിനാഥൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ത്രിപുരസുന്ദരി അമ്മയുടെ, അതായത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. 8ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, ഒന്നിലേറെ ഗ്രഹം വന്നു ചേരുവാൻ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുക്കാനും കൂടി, അങ്ങനെയും കൂടി ഒരു വരുമാനമൊക്കെ, അപ്പം അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ശ്രമം, വീട്ടിൽ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ചിലവഴിച്ച് നമ്മുടെ ഒരു കുറച്ച് ഒരു 2 പേർക്ക് ഒരു പേയിങ് ആയിട്ട് പേയിങ് ഗസ്റ്റായിട്ടൊക്കെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ ഒരു വരുമാനം ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ദിവസമാണ്. അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 വീടിൻ്റെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ഭാഗ്യം ചിലപ്പോൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. 8ലെ വ്യാഴം 9ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. 9ലെ ചൊവ്വയെ വളരെ ശ്രദ്ധിക്കണം. കാരണം മിഥുനൻ രാശി ചൊവ്വയുടെ ക്ഷേത്രമാണ്, ശത്രുക്ഷേത്രമാണ്. അതുകൊണ്ട് ഭാഗ്യം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് അബദ്ധങ്ങളാവാതിരിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പനിനീരഭിഷേകമൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥയെ മഹാലക്ഷ്മി അഷ്ടകം നിത്യം ജപിക്കുക. അന്നത്തെ ദിവസം പ്രത്യേകം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും കാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതും വളരെ അനുഗ്രഹമായിരിക്കും. ഇനി വൃശ്ചിക രാശി. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും വൃശ്ചിക രാശിക്കാർ എന്ന് പറയുന്നത് അനിഴം, തൃക്കേട്ട, അതായത് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടവും വരുന്ന ഈ രാശിക്കാരുടെ രാശിനാഥനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാർഗസ്ഥാനത്തായി ഗുരുവുണ്ട് എന്നുള്ളതൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ 4ാമിടത്ത് നിൽക്കുന്ന ശനി അല്പസ്വല്പം കുടുംബ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വാക്തർക്കങ്ങളൊന്നും വരാതിരിക്കാൻ, വീടിന് ഇപ്പോൾ വാടക കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി ആണല്ലോ, ഇപ്പം നിന്ന് വാടക ചോദിക്കാമെന്ന് പറഞ്ഞ് ചോദിക്കാനായിപ്പോയി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരുത്താതിരിക്കാൻ 2 ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും വീഴ്ചകൾ, ക്ഷതങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. കാരണം 11ൽ നിൽക്കുന്ന ബുധൻ്റെ അനുഗ്രഹം പൂർണ്ണമായി അനുഭവത്തിൽ വരണമെങ്കിൽ ഗണപതിക്ക് ഒരു കർഗം അല്ലെങ്കിലും ചാർത്തുകയോ ഒരു നാളികേരപ്പോൾ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. അമ്മയുടെ അനുഗ്രഹത്തിനായി ചെമ്പരത്തിപ്പൂവൊക്കെ ക്ഷേത്രത്തിൽ, ചെമ്പരത്തിയോ ചെത്തിയോ ഒക്കെ പൂവ് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ചൊവ്വാഴ്ചയായതുകൊണ്ട് രാശിദേവതയെ പ്രാർത്ഥിക്കുന്നത്, കുലദൈവത്തിന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ സർവമംഗളങ്ങളും നൽകും. ഇനി ധനുസ് രാശി എന്ന് പറയുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥൻ 6ാം ഭാവത്തിൽ ഒരു ശത്രുഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും മഹാലക്ഷ്മിയായിട്ട് നിൽക്കുന്ന 11ാം ഭാവത്തിൽ തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് ഇവർക്ക് നല്ലൊരു അനുഗ്രഹമാണ്. ബുധൻ്റെ അനുഗ്രഹം, ബുധശുക്രന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സാമ്പത്തികത്തിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. പക്ഷേ 10ാം ഭാവത്തിൽ കേതു നിൽപ്പുണ്ട്. ഇപ്പോൾ വീഴ്ചകൾ കർമ്മരംഗത്തോ എല്ലാം ഒരു ഓവർ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്തിട്ട് അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണക്കുകളൊക്കെ കൃത്യമായി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം. അഗ്രിമെൻ്റ് എന്തെങ്കിലും സൈൻ ചെയ്യണമെങ്കിൽ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം മാർഗസ്ഥാനത്ത് ശത്രുക്ഷേത്രത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പം മുരുകൻ്റെ പ്രത്യേക അനുഗ്രഹത്തോടുകൂടി ഓം വജത്ഭുവേ നമ, ഓം വജത്ഭുവേ നമ, ഓം വജത്ഭുവേ നമ എന്നൊരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് ഭഗവാനെയും അമ്മയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യുവാൻ. കർമ്മരംഗത്ത് അബദ്ധങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത് മാർഗസ്ഥാനം തിരിച്ചു തരുന്നതിന് സഹായകമാകും. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ൽ നിൽക്കുന്ന ശനി സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അലസത, ക്ഷീണവും അതുപോലെ തന്നെ വാഗ്ദോഷങ്ങളും, പറഞ്ഞ വാക്കൊന്നും പാലിക്കാൻ പറ്റാതെ അല്പം ചഞ്ചലപ്പെടേണ്ടി വരാം. എന്നാൽ പോലും വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്കുണ്ട്. പിന്നെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന നാഗദേവതകളും 9ാം ഭാവത്തിൽ നിൽക്കുന്ന ദേവതകളുടെ ബുധൻ്റെയൊക്കെ ഒരു അനുഗ്രഹം ഇവർക്ക് നല്ലതായി ഉണ്ടാവും. അതുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. 10ൽ മഹാലക്ഷ്മിയാണ് നിൽക്കുന്നത്. സാമ്പത്തികം അടുക്കും ചിട്ടയും കൂടും കൂടി ഉപയോഗിക്കാൻ സാധിക്കണം. 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. ധനനഷ്ടം വരാതിരിക്കാൻ കിട്ടുന്ന പണം നന്നായി ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കാനും കൂടി ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഒന്നും നമുക്ക് നഷ്ടമില്ലാതെ ചാഞ്ചല്യമില്ലാതെ എല്ലാം കൊണ്ടു നടക്കുവാനായിട്ട് സാധിക്കും. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദവും വരുന്ന 2.25 നക്ഷത്രം വരുന്ന കുംഭൻ രാശിക്കാരുടെ രാശിയിൽ തന്നെ രാശിയാധിപൻ നിൽക്കുന്നു. അപ്പോൾ ആഞ്ജനേയ സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയെ, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ശിരസിൽ ശിരോരോഗങ്ങളോ അല്ലെങ്കിൽ തലവേദനയോ മൈഗ്രീൻ്റെ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് തന്നെ മാറ്റാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥിക്കൂ. എല്ലാ സൽഫലങ്ങളും വന്നു ചേരും. 2ാം ഭാവത്തിൽ സർപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ വഴി തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണം കൈ കിട്ടുമ്പോഴേക്കും കടം വാങ്ങാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നാളെ തരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒരു കുറച്ച് പൈസ ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ അവരെ പിണക്കാതെ ചോദിച്ചത്രയും പൈസയൊന്നുമില്ല, ഇപ്പം എൻ്റെ ഒരു 100 രൂപയുണ്ട്, അത് ഞാൻ തരാം, അത് തിരിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ദാനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശനി ആപത്തുകളെ തടയും. കാരണം ജന്മശനിയാണ്. നമ്മൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നത് കൊണ്ട് ഈ കുംഭൻ രാശിക്കാരെ എപ്പോഴും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വരാതിരിക്കാൻ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രു പക്ഷത്തായതുകൊണ്ട് സന്താനങ്ങളുമായിട്ടും രക്ഷിതാക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ, അതുപോലെ തന്നെ പക്ഷബലമില്ലാതെ നിൽക്കുന്ന ചന്ദ്രൻ അമ്മയുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റാതെ മനപ്രയാസപ്പെടേണ്ടി വരുമ്പോൾ എല്ലാം സുബ്രഹ്മണ്യ സ്വാമിയെ ആശ്രയിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം തേടുക. കുടുംബ പരദേവതയുടെ മുമ്പിൽ ദീപം തെളിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചയായിട്ട് കഴിയുമെങ്കിൽ ചുവന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന വസ്ത്രങ്ങളോ ധരിക്കുക. ഒരു പട്ടൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച് അല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഒരു പട്ടൊക്കെ വെച്ച് അതിലൊരു 5-6 പൈസ, കുറച്ച് ചില്ലറ പൈസയൊക്കെ വച്ച് ഒന്ന് മനസ്സറിഞ്ഞ് എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും തീർത്തു തരണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാം മംഗളമായി ഭവിക്കും. ഇനി ഒരിക്കലൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നൽകുക. രക്ഷസിൻ്റെയൊക്കെ ഉപദ്രവങ്ങളൊന്നും വരാതിരിക്കാൻ രക്ഷസിനൊരു പൽപ്പം വെട്ടുന്ന നിവേദ്യത്തിനോ അല്ലെങ്കിൽ പിതൃപക്ഷ കർത്തഭാവമാണ് വരുന്നത്, അപ്പോൾ അതിനുള്ള ഒരിക്കലൊക്കെ എടുത്ത് പ്രാർത്ഥനകൾ നന്നായി ചെയ്യുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് ജന്മശനി മാത്രമല്ല മറ്റെന്തെങ്കിലും ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് പ്രാർത്ഥന കൊണ്ട് തന്നെ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ സാധിക്കും. കാരണം രാശിയിൽ നിൽക്കുന്ന സർപ്പം, 7ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു, 3ാം ഭാവത്തിൽ നിൽക്കുന്ന, അപ്പം രാശിഫലം ഒട്ടും അനുകൂലമല്ല. എന്നാൽ 7ാം ഭാവത്തിൽ ഈ ദോഷങ്ങളോടൊപ്പം തന്നെ ഗുണഫലങ്ങളുമുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. കാരണം 4ാമിടത്ത് നിൽക്കുന്ന ചൊവ്വയും മുരുകനും 2ാം ഭാവാധിപൻ 4ാമിടത്ത് നിൽക്കുമ്പോൾ ശാന്തമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ
ദേഷ്യപ്പെടില്ല എന്ന് സ്വയം ഒരു തീരുമാനമെടുത്തുകൊണ്ട് മനസ്സറിഞ്ഞ് മുരുകനെ പ്രാർത്ഥിക്കുക, ആണ്ടവനെ പ്രാർത്ഥിക്കുക. 7-ാം ഇടത്ത് ബുധനാണ് നിൽക്കുന്ന, 7-ൽ കേതു നിൽപ്പുണ്ട്. ഭാര്യയൊക്കെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇല്ല ഇന്ന് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും, ഇന്ന് ചൊവ്വയാണ്, ഇന്ന് അകാരണമായി വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഏറ്റവും ശാന്തമായിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് മനസ്സിൽ എപ്പോഴും ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വാഹ. ഇതൊരു വശ്യമന്ത്രമാണ്. വശ്യമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന എല്ലാ കഷ്ടതകളെയും പ്രാർത്ഥനകളിലൂടെ മാറ്റാൻ പറ്റും. അമ്മയുടെ പാർവതീദേവിയുടെ ക്ഷമ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം മംഗളമായി ഭവിക്കും. കാരണം ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ ശത്രുഭാവത്തിൽ പെറ്റമ്മ പോലും വരുന്നൊരു സാഹചര്യത്തിൽ അമ്മയെ നമുക്ക് ആരാണോ ശത്രു, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പോലെ ആ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ നമ്മൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അമ്മയെ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും വരും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും പിതൃപക്ഷ കർത്തവ അമാവാസ്യയാണ് വരുന്നത്. അപ്പം അതിന് പിറ്റേ ദിവസം 2-ാം തീയതി പിതൃപക്ഷ അമാവാസ്യ ആയതുകൊണ്ട് 1-ാം തീയതി തന്നെ നമ്മൾ ഒരിക്കലാണ് ഉണ്ണുകയും നാളത്തെ ദിവസം പൂർണ്ണമായി വ്രതമെടുത്ത് ബലി തർപ്പണമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനൊക്കെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി 27 നക്ഷത്രക്കാരും ഈ ദിവസം ഏറ്റവും മംഗളമായി തീർക്കാൻ സാധിക്കട്ടെ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയ. അമ്മയെയും ഭഗവാനെയും ഒരുപോലെ വിളിച്ചുകൊണ്ട് നമ്മളുടെ ചൊവ്വാഴ്ച നമ്മളെപ്പോഴും ഉണരുമ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.